PV അൻവർ ശക്തമായ ഒരു മത്സരത്തിലേക്ക് നിലമ്പൂരിൽ പോകുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ അവിടെ ചർച്ചയാകുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കുന്നതിനായി CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് വലതുപക്ഷം ചർച്ച ചെയ്യുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ വന്യജീവി സംഘർഷങ്ങൾ അടക്കമുള്ള, അതുപോലെ തന്നെ വന്യജീവികൾ കാടിറങ്ങി വന്ന് ആളുകളെ കൊല്ലുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെതിരെ സർക്കാർ പ്രതികരിക്കാൻ വൈകുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അവിടെ ഉയർത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു വിജയത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ, എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അവിടെ ഒരു വിജയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് സത്യത്തിൽ ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ശ്രീ PV അൻവർ, നിലമ്പൂർ നിലവിലെ MLA, രാജിവെച്ച MLA തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു, എന്നെ UDF ചതിച്ചു, എന്നെ റൂട്ടിലേക്ക് ഇട്ടു എന്നാണ് അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചത്. അദ്ദേഹം കാരണമായി പറഞ്ഞത്, എന്നെ UDFിലേക്ക് ഉൾക്കൊള്ളാം എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഈ പിണറായി ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ UDFുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്. അങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 9 മാസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ കേരള സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങളെ ഇലക്ഷനിലേക്ക് വീണ്ടും തള്ളിയിട്ടത്. ഇതിനെതിരായുള്ള വലിയ ഒരു പ്രതിഷേധം രാഷ്ട്രീയത്തിനപ്പുറം നിലമ്പൂർ മണ്ഡലത്തിലാകെയുണ്ട്. രണ്ടാമത്, കഴിഞ്ഞ 9 വർഷക്കാലമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് മാത്രമല്ല, 2016 മുതൽ ഈ സംസ്ഥാനം നിരവധി രംഗങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഈ ഗവൺമെന്റിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് 9 പുരസ്കാരങ്ങളാണ് ഈ സംസ്ഥാന ഗവൺമെന്റിന് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു ജനകീയ ബദൽ ഗവൺമെന്റായി ഈ ഗവൺമെന്റ് നിലനിന്ന് പോവുകയാണ്. സ്വാഭാവികമായും ഈ ഗവൺമെന്റ് തുടരണമെന്ന് രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മാനസികമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ ഈ ഇലക്ഷൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ജനങ്ങൾ LDFന് അനുകൂലമായ ഒരു വോട്ടിംഗ് രീതിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം 5 ദിവസങ്ങൾക്ക് ശേഷമാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി സഖാവ് സ്വരാജിനെ ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ വലിയ ജനാവലിയാണ് സ്വരാജിന്റെ എല്ലാ ക്യാമ്പയിനിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്തിൽ നിന്നും നിലമ്പൂരിലേക്ക് വന്ന സ്വരാജിനെ ആയിരക്കണക്കിന് ആളുകൾ, അന്ന് പറഞ്ഞാൽ LDF നേരത്തെ തീരുമാനിച്ച ഒരു ക്യാമ്പയിന്റെ ഭാഗമല്ല, റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം കൊടുക്കണമെന്ന് മാത്രം തീരുമാനിച്ചപ്പോഴാണ് 263 ബൂത്തുകളിൽ നിന്നും ശക്തമായ മഴയെ അവഗണിച്ചുകൊണ്ട് വകവെക്കാതെ ആയിരക്കണക്കിന് ആളുകൾ വലിയ സ്വീകരണം സ്വരാജിന് നൽകിയത്. തുടർന്ന് 2 ദിവസം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിട്ടുള്ള വലിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, നിലമ്പൂരിന്റെ എന്ന് മാത്രമല്ല കേരള സംസ്ഥാനത്ത് തന്നെ ഒരു നിയോജക മണ്ഡലത്തിലും പങ്കെടുക്കാത്ത വലിയ ജനാവലിയാണ് ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ഇപ്പൊ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ പര്യടനം, ഗ്രാമപ്രദേശങ്ങളിലൂടെ പര്യടനത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകൾ സ്വരാജിനെ കാണാനും കേൾക്കാനും തയ്യാറായി വരുന്നു എന്നുള്ള ഒരു വ്യത്യസ്ത സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത്. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും വോട്ടർമാരും മാത്രമല്ല, പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലമ്പൂരിന്റെ നിലമ്പൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിലമ്പൂർ കേരളത്തിന്റെ ഒരു സാംസ്കാരിക മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. EK അയമു, ഡോക്ടർ M ഉസ്മാൻ, നിലമ്പൂർ ബാലൻ ഉൾപ്പെടെയുള്ള 100 കണക്കിന് സാംസ്കാരിക പ്രവർത്തകരെ സൃഷ്ടിച്ചിട്ടുള്ള ഈ നിലമ്പൂർ മണ്ണിൽ ഒരു സാംസ്കാരിക പ്രവർത്തന നേതൃത്വം കൊടുക്കുന്ന ഒരു ജനപ്രതിനിധി വേണം എന്നുള്ള
ഒരു വലിയ ചിന്തയും ആഗ്രഹവും ജനങ്ങൾക്കിടയിലുണ്ട്. സ്വാഭാവികമായും അത്തരം ചിന്തയും പ്രവർത്തനങ്ങളും വലിയ ഭൂരിപക്ഷത്തിൽ സ്വരാജിനെ നിലമ്പൂരിൽ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിപ്പോൾ കഴിഞ്ഞ 5-6 വർഷത്തിന് ഉള്ളിൽ വന്ന വിഷയമല്ല. പതിറ്റാണ്ടുകളായി നിലമ്പൂർ വനമേഖലയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും ഈ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ, തമിഴ്നാടും കർണാടക ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ മുഴുവൻ വന്യമൃഗ ശല്യവും ആളുകളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കേന്ദ്ര നിയമമാണ് വന നിയമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിനകത്ത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ നിലമ്പൂരിൽ ജനങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഈ വന കൊള്ള നടത്തുകയും ഇത്തരം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും ജീവനാശം സംഭവിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾക്കപ്പുറം ഈ ഗവൺമെന്റ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള കാര്യത്തിലും ജനങ്ങൾക്ക് ഒരു ഉത്കണ്ഠയുമില്ല. സ്വാഭാവികമായും അത്തരം വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ടോടുകൂടി നിന്നാണ് അൻവർ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ അൻവർ കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് വരുന്നു. കോൺഗ്രസിലേക്ക് എടുത്തില്ല എന്ന് അൻവർ തന്നെ പറയുന്നു. എന്ന് വെച്ചാൽ അൻവറിന് കോൺഗ്രസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർ എടുത്തില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഞാൻ സപ്പോർട്ടാണ് എന്ന് അൻവർ പരോക്ഷമായി പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു അൻവർ ഫാക്ടർ അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇടതുമുന്നണിയോട് ചേർന്ന് നിന്ന് അൻവർ ജയിക്കാൻ കാരണമായ ആ വോട്ടുകൾ അത് ഇടതുമുന്നണിക്ക് തന്നെ വരുമോ, അതോ ഒരു അൻവർ ഫാക്ടറിന്റെ ബലത്തിൽ അത് ഒരു പക്ഷേ സ്പ്ലിറ്റായി പോയി അൻവറിന് കിട്ടുകയോ അതുമല്ലെങ്കിൽ UDF കിട്ടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇടതുപക്ഷത്തിന് അതൊരു വിഘാതമായി വിനയായി തീരുന്ന, അല്ലെ തോൽക്കാൻ കാരണമായി തീരുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒന്ന് ഈ നിലമ്പൂരിൽ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് താങ്കൾക്ക് അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിലമ്പൂരിൽ 9 വർഷക്കാലം MLA ആയിട്ടുള്ള ശ്രീ PV അൻവർ ഈ CPM-നെയും ഇടതുപക്ഷ മുന്നണിയെയും ഗവൺമെന്റിനെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പോ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഒരു LDF-ന്റെ ഒരു പ്രവർത്തകൻ പോലും അദ്ദേഹത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കാലങ്ങളിൽ CPM പുറത്താക്കപ്പെട്ടിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴികെ ഒരാൾ പോലും അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നില്ല എന്ന് മാത്രമല്ല, ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 2016 ശ്രീ PV അൻവർ മത്സരിച്ച് ഏകദേശം 12,000 വോട്ടുകൾക്കാണ് വിജയിക്കുന്നത്. അതിന്റെ 1.5 വർഷം മുമ്പ് 2014 അദ്ദേഹം വയനാട് ലോകസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, 10,000 താഴെ വോട്ടുകൾ മാത്രമാണ് ഈ മണ്ഡലത്തിൽ ശ്രീ PV അൻവർ ലഭിച്ചത്. ആ PV അൻവറാണ് 2016 LDF-ന്റെ പിന്തുണയോടുകൂടി 12,000 വോട്ടുകൾക്ക് വിജയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് ആ കാലത്ത് പോലും അൻവറിന് വലിയ വോട്ട് വേഗം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോ കഴിഞ്ഞ 5-6 മാസമായി കോൺഗ്രസുമായാണ് ചങ്ങാത്തം. കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ടാണ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ഒരു LDF-ന്റെ സ്വതന്ത്ര അംഗത്തെ വലിയ തുക കൊടുത്തുകൊണ്ട് വിലക്ക് വാങ്ങി ആ ഭരണസമിതി കോൺഗ്രസിനുമായി വേണ്ടി അട്ടിമറിച്ച് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റിനെ അവിടെ കൊണ്ടെത്തി അൻവർ പ്രതിഷ്ഠിച്ചത്. ആ കൂട്ടുകെട്ട് അതിപ്പോ പൊളിഞ്ഞിരിക്കുകയാണ്. ജനതൊക്കെ നോക്കിക്കാണുന്നു. രാവിലെ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു, വൈകുന്നേരം കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നു. ഇതെല്ലാം ജനം നോക്കിക്കാണുകയാണ്. മാത്രമല്ല ശ്രീ PV അൻവർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ, ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞ് താൻ ജയിക്കുമെന്നല്ല, താൻ 25,000 വോട്ട് വരെ പിടിക്കും എന്ന് പറഞ്ഞാൽ LDF-ന്റെ സ്ഥാനാർത്ഥി സ്വരാജ് ജയിക്കുമെന്ന് തന്നെ പരസ്യമായി അൻവർ തന്നെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് താങ്കൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു വസ്തുതയ്ക്ക് താങ്കൾ ഉന്നയിച്ചിട്ടുള്ള വിഷയം ഒരു വസ്തുതയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.